ഈ എപ്പിസോഡിൽ നമുക്ക് പുനരുദ്ധാന ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 3:2 നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശരീരത്തിന് അനുരൂപമായിട്ട് മാറും. ക്രിസ്തുവിൽ മരിച്ചവർക്ക് പുനരുദ്ധാനത്തിലൂടെയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരത്തിലൂടെയും പുതിയ ശരീരം ലഭിക്കും. പുതിയ ശരീരം അമർത്യവും ദ്രവത്വം ഇല്ലാത്തതുമാണ്. പ്രാകൃത ശരീരത്തിനുള്ളതുപോലെ വാർദ്ധക്യമോ ജരയോ അപജയമോ ഈ പുതിയ ശരീരത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ ദ്രവത്വമില്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. മരണത്തിന് ഒരിക്കലും വിധേയമല്ലാത്തതിനാലാണ് അത് അമർത്യമായിരിക്കുന്നത്. പുനരുദ്ധാന ശരീരത്തിൻ്റെ ഐശ്വര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുമുണ്ട്. അത് ഒന്ന് അമർത്യമായിരിക്കും, 1 കൊരിന്ത്യർ 15:53. രണ്ടാമത്തേത് അദ്രവത്വം, 1 കൊരിന്ത്യർ 15:42. 3 മഹത്വമുള്ളത്, ഫിലിപ്പിയർ 3:21. 4 ശക്തിയുള്ളത്, 1 കൊരിന്ത്യർ 15:43. 5 ആത്മീയം, 1 കൊരിന്ത്യർ 15:44. 6 സ്വർഗീയം. വാക്യം 44. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശരീരത്തിൻ്റെ വിവരണത്തിൽ നിന്നും നമ്മുടെ പുനരുദ്ധാന ശരീരം എങ്ങനെയായിരിക്കുമെന്ന ധാരണ നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് പലരും ഉയർക്കപ്പെട്ടിട്ടുണ്ട്. അവ പുനർജീവപ്രാപ്തി എന്നതിലേറെ പുനരുദ്ധാനമായിരുന്നില്ല. അവർ തുടർന്ന് സാധാരണ രീതിയിൽ മരിക്കുകയും ശരീരങ്ങൾ അടക്കപ്പെടുകയും ചെയ്തു. പുനർജീവൻ പ്രാപിക്കയിൽ അവരുടെ ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചിരുന്നില്ല. എന്നാൽ പുനരുദ്ധാനത്തിലാകട്ടെ ശരീരത്തിന് ഉടൻ തന്നെ രൂപാന്തരം സംഭവിക്കും. പുനരുദ്ധാന ശേഷം ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയയ്ക്കായിരുന്നു. ക്രിസ്തുവും മറിയയും തമ്മിലുണ്ടായ അഭിമുഖ ദർശനത്തിൽ നിന്ന് 2 കാര്യം വ്യക്തമാകുന്നു. ഒന്നാമതായി, മറിയ ക്രിസ്തുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ശബ്ദം ഉൾപ്പെടെ പല കാര്യങ്ങളിലും പുനരുദ്ധാന ശരീരം സ്വാഭാവിക ശരീരത്തിന് സദൃശമാണെന്ന് സിദ്ധിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ നമുക്ക് അന്യരോ അജ്ഞാതരോ ആയിരിക്കുകയില്ല. സ്വർഗത്തിൽ ഏതു ഭാഷ ഉപയോഗിച്ചാലും നാം ഭൂമിയിൽ വെച്ച് അവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിൽ വെച്ചും തിരിച്ചറിയും. രണ്ടാമതായി, കർത്താവിനെ അവർ പിടിച്ചതിൽ നിന്നും പുനരുദ്ധാന ശരീരം വാസ്തവമാണെന്നും അത് വെറും തോന്നലല്ലെന്നും തെളിയുകയാണ്. അവർ കർത്താവിനെ തൊട്ടത് ഒരു ഭ്രമരൂപത്തെ പോലെയായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ ശരീരം സാക്ഷാൽ ഉള്ളതായിരുന്നു. പഴയ ശരീരം മാറുകയും ഒരു പുതിയ ശരീരം പുനരുദ്ധാനത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടെ ലഭിക്കുകയും ചെയ്യും. പുനരുദ്ധാന ശരീരത്തിന് മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും. നമ്മുടെ ഭൗതിക ശരീരത്തിന് സദൃശമാണത്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഈ സത്യത്തെ സാക്ഷീകരിക്കുന്നു. എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. ലൂക്കോസ് 24:39-40. ഇവിടെ രക്തത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നത് ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമാക്കി. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. 1 കൊരിന്ത്യർ 15:50. രക്തചംക്രമണത്തോടുകൂടിയ ശരീരം സ്വർഗത്തിന് അനുയോജ്യമല്ല. നമ്മുടെ സ്വാഭാവിക ശരീരത്തെ നിലനിർത്തുന്നത് രക്തമാണ്. രക്തത്തിൻ്റെ ആവശ്യം പുനരുദ്ധാന ശരീരത്തിനില്ല. പുനരുദ്ധാനത്തിൽ ലഭിക്കുന്ന രൂപാന്തരപ്പെട്ട ശരീരം പാപരഹിതവുമായിരിക്കും. പുനരുദ്ധാന ശരീരത്തെ നിലനിർത്തുന്നതിന് ഭക്ഷണവും ആവശ്യമില്ല. എന്നാൽ ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് അവൻ ഭക്ഷണം കഴിച്ചു. ലൂക്കോസ് 24:41-43. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുനരുദ്ധാന ശരീരം ദൃശ്യവും സ്പർശ്യവുമാണ്. ഭൗതിക ശരീരത്തിന് സമാനമാണെങ്കിലും അതിൻ്റെ എല്ലാ പരിമിതികളിൽ നിന്നും വിമുക്തവുമാണ്. യാത്രയ്ക്ക് നടക്കേണ്ടതില്ല. കതകടച്ചിരിക്കുമ്പോൾ മുറിക്കകത്ത് കടക്കാൻ പുനരുദ്ധാന ശരീരികൾക്ക് കഴിയും. ഭൗതികമായ ഒന്നിനും അതിൻ്റെ ചലനത്തെ പ്രതിബന്ധിക്കുവാൻ സാധ്യവുമല്ല. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് പുനരുദ്ധാന ശരീരം.